ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നോട്ട് ബുക്ക് പൊതിയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറേ നോട്ട് ബുക്കുകൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ പൊതിയുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നോട്ട് ബുക്ക് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേപ്ലർ ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പൊതിയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളിതാ ഈ ഒരു പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്രൗൺ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് പുസ്തകം വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ബുക്കിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ തരത്തിൽ നമ്മളിതാ എടുത്തിട്ടുണ്ട്. രണ്ട് വശവും അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മറ്റേ വശം അങ്ങനെ എടുത്തിട്ട് നമ്മളിത് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്തിട്ട് അത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോട്ട് ബുക്ക് പൊതിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് നോട്ട് ബുക്ക് നേരെ വൃത്തിയിൽ ഉള്ളിലേക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയാവും, കുറേ പേർക്ക് ഇനി അറിയാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ല തോനയല്ലാതെ കുറച്ച് ഉള്ളിലേക്ക് പോകണ തരത്തിൽ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് നല്ല ലൂസ് ഇല്ലാതെ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നല്ലതുപോലെ ഉഴിഞ്ഞെടുത്ത് നമ്മളിതാ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉള്ളിലേക്ക് ഉഴിഞ്ഞ് നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നല്ലതുപോലെ ഉഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു കോണ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കത്രിക വെച്ചിട്ട് തന്നെ നന്നായി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വശം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് കിട്ടും. പൊതിയിൽ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതങ്ങനെ കത്രിക വെച്ച് തന്നെ നമ്മളിതാ കോണ് രൂപത്തിൽ പൊതിഞ്ഞെടുക്കുന്നത്. ഇനി ആ വശത്തും നമ്മൾ കോണ് രൂപത്തിലാക്കിയിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയും എങ്ങനെയൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ നന്നായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ രണ്ട് വശവും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് വശവും ഒരേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ രണ്ട് വശം ഒരുപോലെ കോണ് രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുസ്തകം ഒക്കെ പൊതിഞ്ഞ് നോക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മളിങ്ങനെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാപ്ലർ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്കങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു വശം നമ്മൾ ഉള്ളിലേക്കുള്ള ആ ഒരു ഭാഗം നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് അങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. സ്റ്റാപ്ലർ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുമാതിരി ഇതാണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി ആവോന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി നേരെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ടോ ആ ഉള്ളിലുള്ള ഒരു കഷ്ണം നമ്മളത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വൃത്തിയായി കിട്ടും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഭാഗം ഉണ്ട് കേട്ടോ. ഇതാണ്ടോ ഈ ഒരു ഉള്ളിലുള്ള ആ ഭാഗം അതിന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇനി ഇത് നേരെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് വശവും ഞാൻ ചെയ്തു. ഇനി ഞാൻ ഈ ഒരു വശവും ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരുപോലെ തന്നെയാണ് എല്ലാം, അതേമാതിരി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ പുസ്തകങ്ങളൊക്കെ നല്ല വൃത്തിയായി പൊതിഞ്ഞ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ നമ്മൾ നേരെ വൃത്തിയായിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് നമുക്ക് സ്റ്റാപ്ലർ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ ആവശ്യം ഓരോ ഭാഗത്തായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കുറേ സ്റ്റാപ്ലർ അടിച്ചിട്ട് നമുക്ക് സ്റ്റാപ്ലർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതങ്ങനെ 4 വശത്ത് 4 ഇതായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുസ്തകം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഞാൻ നല്ല വൃത്തിയായി ബുക്ക് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള നെയിം സ്ലിപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോൾക്ക് ഈ ഒരു ചിത്രമായിട്ടുള്ള നെയിം സ്ലിപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു നെയിം സ്ലിപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗിൽ നിന്നൊക്കെ നമുക്ക് വിഷയങ്ങൾ ഏതാണെന്നുള്ളത് വെച്ചാൽ അത് വേഗം എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും